പാതിവില തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി റെയ്ഡ്. കോൺഗ്രസ് നേതാവും അഭിഭാഷകയുമായ ലാലി വിൻസെന്റിന്റെയും സായിഗ്രാം ട്രസ്റ്റ് ഡയറക്ടർ ആനന്ദകുമാറിന്റെയും വീട്ടിലുൾപ്പെടെ 12 ഇടങ്ങളിൽ ഇഡി പരിശോധന നടത്തി. തന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കോപ്പി ഇഡിക്ക് നൽകിയതായി ലാലി വിൻസെന്റ് പറഞ്ഞു. അനന്തകൃഷ്ണന്റെ അഭിഭാഷകയായ ലാലി വിൻസെന്റിന്റെ കൊച്ചി മറൈൻ ഡ്രൈവിലുള്ള ഫ്ളാറ്റിൽ 12 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയാണ് ഇഡി നടത്തിയത്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും ഇഡി അന്വേഷിക്കുന്നത്. ലാലി വിൻസെന്റും അനന്തവും നടത്തിയിട്ടുള്ള ബാങ്ക് ഇടപാടുകളും മറ്റു രേഖകളുമാണ് ഇഡി പരിശോധിച്ചത്. തന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി ഇഡിക്ക് നൽകിയതായി ലാലി വിൻസെന്റ് പ്രതികരിച്ചു. അനന്തകൃഷ്ണനെ തള്ളിപ്പറയില്ല എന്നും ലാലി വ്യക്തമാക്കി. എനിക്ക് ഫീസ് കിട്ടിയതും ഫീസ് ഞാൻ ചെലവാക്കിയതും എല്ലാം വിശദീകരിച്ചു. അവർ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി കൊണ്ടുപോയി. 3 സ്ഥാപനങ്ങളിൽ നിന്ന് കഴിഞ്ഞ 3 വർഷത്തെ ജോലിക്ക് കിട്ടിയതാണ്. ആ 47,04,500 രൂപയ്ക്ക് ഞാൻ വിശദീകരണം കൊടുത്തു. എല്ലാവരും എന്നെ പ്രഷറൈസ് ചെയ്ത് എൻ്റെ കക്ഷിയെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയില്ല. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ലാലി വിൻസെന്റിനെ ഇനിയും ഇഡി വിളിപ്പിക്കും. കേസുമായി ബന്ധപ്പെട്ട ആളുകളെക്കുറിച്ചും ഫീസിനെക്കുറിച്ചും ഇഡി ചോദിച്ചറിഞ്ഞു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തുടരന്വേഷണം. കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുള്ളതിനാൽ കേസിൽ ലാലി വിൻസെന്റിന്റെ പങ്ക് വ്യക്തമായി അന്വേഷിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി.